തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. വെന്റിലേറ്ററിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മരിച്ചത്. ഇതോടെ മരണസംഖ്യ 14ആയി. 9 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുണ്ട്. 4 പേരുടെ സംസ്കാരം പൂർത്തിയായി. അപകടസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 4 പേരെ കാണാനില്ല എന്ന് ബന്ധുക്കളുടെ പരാതി ലഭിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത്. അതിൻ്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം അഡ്മിറ്റഡ് ആയിരിക്കുന്നത് 11 പേര്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. അതിലൊരാൾക്ക് റീസെൻ്റ് ആയിട്ടൊരു സർജറിയും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിൽ 2 പേര് അഡ്മിറ്റഡ് ആണ്. ഇതിൽ നമുക്ക് ബോഡി പാർട്സ് ഇന്നലെ ഇന്നുമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്തിരിക്കുന്ന നമുക്ക് DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സിൽ നിന്നും ഡോക്ടേഴ്സ് ഇപ്പോൾ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടാതെ അത് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട് എത്തിയിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ DNA സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അവരും കൂടി വന്നു കഴിഞ്ഞാലാണ് ആ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കാണ് ചുമതല. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രനായിരിക്കും ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ എന്നുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡെഡ് ബോഡികളെ ഡിസ്പോസൽ ചെയ്യാനും സാമ്പിളുകൾ DNA സാമ്പിളുകൾ കളക്ട് ചെയ്യാനും ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഒരു SOP അടിയന്തരമായി പുറത്തിറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും ക്യാബിനറ്റ് നിശ്ചയിച്ചു. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാൻ ശുപാർശ നൽകുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കും. അപകടത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിൻ്റെ ഉപയോഗം കൂടും. വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. ഇപ്പോൾ തൃശ്ശൂരുണ്ടാകരുതെന്ന് മാത്രമല്ല, കേരളത്തിലെങ്ങും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് എൻക്വയറി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചട്ടലംഘനങ്ങളുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലുകൾ എടുത്തില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ വ്യാപ്തിയുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് എനിക്ക് പറയാൻ. സ്ഫോടനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂരിലുണ്ടായത്. അതിൻ്റെ വേദനയുടെ ആഴം പറയാൻ കഴിയാത്തതാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഗവൺമെൻറ് നൽകണം. ചികിത്സ സഹായത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിന് സമയപരിമിതി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ചികിത്സയിൽ വലിയ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ വേദനയോടൊപ്പം അവരുടെ സാമ്പത്തിക ഭാരവും ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇപ്പോൾ വിശദാംശങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് തനേഷ് തമ്പി, ഒപ്പം സംഭവസ്ഥലത്ത് നിന്ന് വിപിൻ C വിജയൻ, ശ്രീജിത് ശ്രീകുമാരനും ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം തനേഷ് തമ്പിയിലേക്കാണ്. തനേഷ്, ഈ ചികിത്സയിൽ തുടരുന്ന ആളുകളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ആശുപത്രിയിൽ നൽകാനുള്ള വിവരങ്ങൾ? തനേഷ്. ഉന്മേഷ്, നേരത്തെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന, അതായത് ഈ വെടിക്കെട്ട് അപകടമുണ്ടായ ആ വെടിക്കെട്ട് ശാലയുടെ ലൈസൻസി സതീഷിനൊപ്പം വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നയാളാണ് പ്രവീൺ. നേരത്തെ 3 മണിയോടുകൂടി മരിച്ചത്. 45 വയസ്സായിരുന്നു. പട്ടാമ്പി സ്വദേശിയാണ് ഇദ്ദേഹം. മരിച്ചത് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടുകൂടി മരണസംഖ്യ 14ആയി ഉയർന്നു. മൃതദേഹങ്ങൾ, പൂർണ്ണ ശരീരഭാഗങ്ങളുള്ള മൃതദേഹങ്ങളുടെ എണ്ണം 9ആയി ഉയർന്നു. തിരിച്ചറിയപ്പെട്ടവരുടെ എണ്ണം 8ആയി ഉയർന്നു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്
10 പേരാണ്. രാവിലെ 11 പേരായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്, അത് 10 കുറഞ്ഞിരിക്കുന്നു. 10 കുറഞ്ഞിരിക്കുന്നതിൽ 5 പേർ നേരത്തെ ICUവിലായിരുന്നു, അതിൽ 4 ചുരുങ്ങിയിരിക്കുന്നു. ഈ 4 പേരിൽ ഒരാൾ വെന്റിലേറ്ററിലാണ്, നേരത്തെ സൂചിപ്പിച്ച സതീഷ് വെന്റിലേറ്ററിലാണ്. ബാക്കി 3 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 3 പേരും 80% പൊള്ളലുണ്ട്. ഇപ്പോൾ മരിച്ച പ്രവീണിന് 95% പൊള്ളൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. അങ്ങനെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പ്രയത്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ഇവിടെ നിന്നാണ് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ രാവിലെ മുതൽ തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് നേതാക്കളുടെ ഒഴുക്കായിരുന്നു. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയൊക്കെ അവർ സന്ദർശിക്കുകയും അവരോടൊപ്പമുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആളുകൾ ആ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. വലിയ വേദനയോടുകൂടി തന്നെയാണ് ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും മോർച്ചറിയുടെ മുന്നിലൊക്കെ ഇപ്പോഴും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ട്. 4 പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ട് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അവർ ജീവനോടെ ഉണ്ടോ അതോ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വേദനയോടുകൂടി അന്വേഷിക്കുന്ന മനുഷ്യരെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ ഒരു മരണം അല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചികിത്സ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. വലിയ സംസ്ഥാന സർക്കാരും എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിമാരും ആരോഗ്യമന്ത്രി നേരിട്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷം മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ നിലയിൽ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇനി ചെയ്യാനുള്ളത് വൈദ്യശാസ്ത്രത്തിനാണ്. അതിനുവേണ്ടിയിട്ടുള്ള കഠിന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാക്കളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാരും അതുപോലെ തന്നെ MPമാരും MLAമാരും ഒക്കെ എത്തിച്ചേർന്നു. അല്പസമയത്തിനകം PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദനാജനകമായിട്ടുള്ള കാര്യം മോർച്ചറിക്ക് മുന്നിൽ തന്നെയാണ്. അവിടെ ഇപ്പോഴും തിരിച്ചറിയപ്പെടാത്ത ശരീരഭാഗങ്ങളുണ്ട്. അതിൻ്റെ DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്നുള്ള 7 അംഗ സംഘം എത്തിയിരുന്നു. ആ വിദഗ്ധ സംഘം DNA പരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അവരൊരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. 14 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 9 പേരുടെ പൂർണ്ണ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 26ഓളം ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ഇനി ആരൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ട വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.